ഹേ ഗായ്സ്, കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് നിങ്ങളെ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആക്ച്വലി വി ആർ ഗോയിങ് ഫോർ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ്. എവിടേക്കാണെന്നൊന്നുമില്ല, ആദ്യം നമ്മൾ ഡൽഹിയിലോട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള പ്ലാൻ അനുസരിച്ചിട്ട് പോകും. പക്ഷേ എൻ്റെ കൂടെ ഈ വി എന്ന് പറഞ്ഞത് എൻ്റെ കൂടെ ഒരാളോട് വലിയൊരു വന്നിട്ടുണ്ട്. അതാരാണെന്നത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒന്ന് നോർത്ത് ഇന്ത്യ കറങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു, കയറി. മംഗള എക്സ്പ്രസ്സിലല്ലേ? മംഗള എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നിസാമുദ്ദീനോട്ട് പോകുന്നത്, ഡൽഹി. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡൽഹിയാണ്. എന്തായാലും ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് ദിസ് ഈസ് 3E. ഇത് AC എക്കണോമി കോച്ചാണ്. അകത്ത് കയറിയിട്ട് അതിൻ്റെ ഫുൾ കാഴ്ചകൾ കാണിച്ചത്. ഞങ്ങൾ 2 ദിവസം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ബാക്കി കഥയിലോ പോകുന്ന വഴിക്ക് ചിന്തരാം. അങ്ങനെ ട്രാവൽ ചെയ്ത് കാസർഗോഡ് എത്തിയപ്പോൾ ഐഷയുടെ വാപ്പയും വരുന്നു ഫുഡുമായിട്ട്. എന്തായാലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു സ്പോട്ടുണ്ട് കാസർഗോഡ്. ഇറ്റ്സ് ഗോൾഡൻ ബേക്കറി. അവിടെ നിന്ന് ഗ്രില്ല് വാങ്ങാൻ പ്രത്യേകം പപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗോൾഡൻ ബേക്കറിയിൽ ഗ്രില്ലുമായിട്ട് വന്നു. യു മസ്റ്റ് ട്രൈ ഗ്രിൽ ഫ്രം ഗോൾഡൻ ബേക്കറി. മസ്റ്റ് ട്രൈ ഗൈസ്. എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഇന്നിനി തീരെ വയ്യ. 2 ദിവസത്തെ യാത്രയുണ്ടല്ലോ. അപ്പോൾ കാണാം. ട്രെയിനിൽ പിന്നെ ഫുഡ് കഴിക്കുക എന്നല്ലാതെ വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ എൻ്റെ സഹധർമ്മിണിക്ക് ഫുഡ് വന്നിട്ടുണ്ട്. എന്നെ അറിയാവുന്നവരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ ഒരു വലിയ ഫുഡിയാണ് ഗൈസ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇന്ത്യൻ റെയിൽവേയുടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയാണ് ഓർഡർ ചെയ്തത്. ഇറ്റ്സ് ഗുഡ്. ഐ മീൻ നോട്ട് ബാഡ്. അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ചിക്കൻ ഫ്രൈ ഓൾസോ ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ളതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ്. ബട്ട് സ്റ്റിൽ ഇനിയും നന്നാക്കാം. ഫുഡിനെ പറ്റി പിന്നെ കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ അറിയാത്തത് കൊണ്ട് ആ പരിപാടി ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അങ്ങനെ 2ാമത്തെ ദിവസവും കഴിയാണ് ഗൈസ്. കൂടുതൽ ഞങ്ങളുടെ ട്രെയിനിനുള്ളിലുള്ള കലാപരിപാടികൾ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഗുഡ് നൈറ്റ്, നാളെ കാണാം. We reached Hazrat Nizamuddin railway station, Delhi. സോ നമ്മളിപ്പോൾ ഉള്ളത് ഹസ്രത്ത് നിസാമുദ്ദീൻ മെട്രോ സ്റ്റേഷനിലാണ്. ആക്ച്വലി ഈ മെട്രോ സ്റ്റേഷൻ തുടങ്ങുന്നത് 1970s. അന്ന് ഈ ലോക്കൽ ട്രെയിൻസ് മാത്രം ഓടിക്കൊണ്ടിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയപ്പോഴാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നത്. Now this is one of the key long distance train hub in Delhi. ഈ റെയിൽവേ സ്റ്റേഷന് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ പേര് വരാനുള്ള ഒരു കാരണം, സൂഫി ആചാര്യനായിരുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ ദർഗ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ആക്ച്വലി ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ അടുത്തുനിന്ന് വളരെ അടുത്തുള്ള പഹർഗഞ്ച് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടൊരു മാക്സ് ടു മാക്സ് 30 minutes ഡ്രൈവ് ഉണ്ടാവും. ഞങ്ങൾ മൊത്തത്തിലൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ പേര് കാർലോ കാസിൽ എന്നാണ്. ഇറ്റ്സ് ഗുഡ്. ഞാൻ കഴിഞ്ഞ മുംബൈ പോയ സമയത്ത് ഇതുപോലൊരു ഹോട്ടൽ എടുത്തിട്ട് പണിവാളി പെട്ടുപോയതാണ്. പക്ഷേ ദിസ് ഇസ് ഗുഡ്. നല്ല ഹൈജീൻ, നല്ല വൃത്തിയുണ്ട് കാണാൻ. പിന്നെ വാഷ്റൂം നല്ല വൃത്തിയുണ്ട്. പിന്നെ അത്യാവശ്യം ഈ പറയുന്ന പോലെ രണ്ടുപേർക്ക് താമസിക്കാൻ നല്ല ഹോട്ടലാണ് കാർലോ കാസിൽ. ഞങ്ങളിത് ബുക്ക് ചെയ്തത് ബോയ് ബീബോ യൂസ് ചെയ്തിട്ടാണ്. എനിക്ക് അത്യാവശ്യം ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ബുക്ക് ചെയ്യാൻ പോകുന്നത് ഗോവി ബീബിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ 2 ദിവസത്തെ ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണവും ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങും. ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം കാണാം. അപ്പം ഞങ്ങൾ എത്തി, കുളിച്ചു, ഫ്രഷായി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഡേ ഇൻ ഡൽഹി. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലം വെരി എക്സൈറ്റഡ് പോയത്. ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു. ഇപ്പോൾ നമ്മളുള്ള സ്ഥലം ഞാൻ കുറേ കാലമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. ഞാൻ ഇതുവരെ ഡൽഹി വിസിറ്റ് ചെയ്തിട്ടില്ല. കുറേ കാലത്തിന് ശേഷം, കുറേ നാൾക്ക് മുമ്പ് ഇവിടെ ഡൽഹി എയർപോർട്ടിൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ ഡൽഹി വിസിറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ്. ഞാനത് വിസിറ്റ് ചെയ്യണമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നു. എന്തായാലും ആ സ്ഥലം ആൻഡ് ഇറ്റ്സ് ഇന്ത്യ ഗേറ്റ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ആക്ച്വലി വരാൻ കുറച്ച് വൈകിപ്പോയി. ഞങ്ങൾ എത്തിയത് ആഫ്റ്റർ 3:30 ആണ്. പിന്നെ വീട്ടിലെത്തി, റൂമിലെത്തി, റെഡിയായി ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് 5:30. ആൻഡ് അത്യാവശ്യം ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ അത്യാവശ്യം ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മൾ തന്നെ ആയതുകൊണ്ട് we don't need any outside photographers. That's okay, thank you. നമ്മളിവിടെ വന്നാലുള്ളൊരു മേജർ പ്രശ്നം എനിക്ക് തോന്നിയത്, ഈ ഫോട്ടോ എടുക്കുന്നവരും പിന്നെ വാക്സ് ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. അവർ വന്ന് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മൾ തന്നെ ആയതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റൊക്കെ കറങ്ങി കണ്ട്. ഇത് വലിയ ഏരിയ ആണ്, ഇറ്റ്സ് എ ഹ്യൂജ് ഏരിയ. നമുക്കിങ്ങനെ നടന്ന് കുറേ കാണാനുണ്ട്. അവിടെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വീഡിയോ അതിൻ്റെ അടുത്തോട്ട് വീഡിയോ അവർ അലൗ ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇന്ത്യ ഗേറ്റൊക്കെ കറങ്ങി കണ്ട് വി ആർ ഗോയിങ് ഫ്രം ഹിയർ. ഇനി അടുത്ത പ്ലേസ് എവിടെയാണെന്നുള്ള പ്ലാനൊന്നും ആയിട്ടില്ല. പിന്നെ ഗൈസ്, നമുക്കൊരു കാര്യം പറയണം. പറയാം. നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോസെല്ലാം കിട്ടണമെങ്കിൽ ഒരു 5 മണി ആ ടൈമിൽ വന്നെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ കിട്ടണമെങ്കിൽ ഒരു 5 മണി 5:30. ഇയാൾ മൈക്ക് വെച്ചിട്ടില്ല, അപ്പോൾ ചിലപ്പോൾ പറയുന്നത് കേൾക്കില്ല. ഒരു 5:30 ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ സീൻ. നല്ല രസമുണ്ടാവും കാണാൻ. സൺസെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് കുറേ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല മജ്ജയുള്ള ഫോട്ടോസ്. അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആക്കുന്നുണ്ട്, പോയി നോക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നീങ്ങാണ്, അടുത്ത സ്ഥലത്ത് കാണാം. അങ്ങനെ ഇന്ത്യ ഗേറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. ഞങ്ങളൊന്ന് ഫ്രഷായി ഞങ്ങളത് വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. ഡൽഹി ജമാ മസ്ജിദിൻ്റെ അടുത്തുള്ള അവിടുത്തെ സ്ട്രീറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടുത്തെ കബാബ് ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആ പോകുന്ന പോക്കിൽ പരിചയപ്പെട്ട ചേട്ടനായത് ഈ സച്ച് എ നൈസ് ഗായ്. കുറേ കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ബോറടിച്ചില്ല തീരെ. ഭയങ്കര ക്രൗഡഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ സ്നാച്ചിങ് ഒക്കെ ശ്രദ്ധിക്കണം എന്നാവോ ചേട്ടൻ ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ദില്ലി ഷഹർ കാ സാരാ മീന ബസാർ കണ്ടു. ആദ്യമായിട്ടാണ്ടത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ഖുറേഷി കബാബ് തപ്പി നടന്ന് അവസാനം കണ്ടുപിടിച്ചു. ഖുറേഷി കബാബ് ഇറ്റ്സ് വെരി ഫേമസ്. അപ്പം നമ്മൾ കുറേ വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഖുറേഷി കബാബ് തപ്പി വന്ന് അവിടെ കണ്ടൊരു ചോട്ടുവാണിത്. പിന്നെ ഇവരുടെ കബാബ്, ഓ മാൻ, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഖുറേഷി കബാബ് ഞാൻ കുറേ കേട്ട് വന്നതാണ്. ഇവിടെ ആ മസാല, ആ ഫ്ലേവറും, പിന്നെ പ്രവാസികൾക്ക് കബാബ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കഴിച്ച് ശീലിച്ചതാണ്. ബട്ട് ദിസ് ഇസ് ടു ഗുഡ്.
ഈ കാണുന്നതാണ് ഡൽഹി ജമാ മസ്ജിദ്. ഇന്ന് എന്തായാലും നമുക്കവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ ഡൽഹി ജമാ മസ്ജിദും വേറെ പല സ്ഥലങ്ങളുമായിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ.